കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. നമ്മൾ പിള്ളേർക്ക് കുറച്ച് ടോയ്സും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. മാത്രമല്ല ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. പ്രൈം ഡേ, ആമസോൺ പ്രൈം ഡേ പ്രമാണിച്ച് നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ടോയ്സ് വാങ്ങിച്ചു, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഹോം അപ്ലയൻസ് വാങ്ങിച്ചു. ഇവിടുത്തെ ഒരു വലിയൊരു സംഭവം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോണ്ട്രി നമുക്ക് ചില അപ്പാർട്ട്മെൻറ്റുകളിലേ ഉള്ളൂ. അതില്ലെങ്കിൽ നമ്മളിതൊക്കെ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് പോയി, അത് പ്രത്യേകിച്ച് വിൻ്ററായി കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടുപോയി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് പിള്ളേരുടെ ഡ്രസ്സും കൂടി അപ്പോൾ നമുക്ക് ഫ്രീക്കറ്റായിട്ട് നമുക്ക് വാഷ് ചെയ്ത് തരും. അപ്പോൾ ചില ഫ്രണ്ട്സ് പറഞ്ഞ നമ്മളൊരു സംഭവം പറഞ്ഞു, ഇവിടെ പോർട്ടബിളായിട്ട് ചെറിയ വാഷിംഗ് മെഷീൻ, ഇപ്പോൾ ഒരു 7 യൂണിറ്റോ 7 MB എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റി ഉള്ളത്. അപ്പോൾ അത് പോർട്ടബിളാണ്, നമുക്ക് ആവശ്യത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാം, ആവശ്യത്തിൻ്റെ അടുത്ത് മാറ്റി വയ്ക്കാം, അങ്ങനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെറിയ വാഷിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. എത്രത്തോളം ഫലവത്താവുമെന്ന് നമുക്കറിയില്ല, പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്താണെന്ന് നമുക്കൊരു റിട്ടേൺ വീടുണ്ട്, അതുകൊണ്ട് ബോക്സൊന്നും മാറ്റില്ല. നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ആ ഒരു വാഷിംഗ് മെഷീൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ നാട്ടിലുള്ള വാഷിംഗ് മെഷീനാണ്. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള വാഷിംഗ് മെഷീൻ്റെ ഒരു ചെറിയ വേർഷൻ, മനസ്സിലായി? അപ്പോൾ അത് ഞാൻ അതിനോട് പുറത്തേക്ക് എടുക്കാം. ഇത്ര എടുക്കാനുള്ളതേ ഉള്ളൂ ഈ വാഷിംഗ് മെഷീൻ, മനസ്സിലായി? ഒരു കുഞ്ഞൻ വാഷിംഗ് മെഷീനാണ്. ഒരു കുഞ്ഞൻ വാഷിംഗ് മെഷീനാണ്. ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ, മനസ്സിലായി? അപ്പോൾ ഇവിടെ വാട്ടർ ഇൻലെറ്റ് ഉണ്ട്, ടൈമർ ഉണ്ട്, സോഫ്റ്റ് ഡ്രെയിൻ, പിന്നെ സ്പിന്നറുണ്ട്. വാട്ടർ ഇൻലെറ്റിൻ്റെ 2 ഉണ്ട്. അപ്പോൾ ഇത് ഇതിലോട്ടുള്ളതും സ്പിന്നറിലോട്ടുള്ളതും ഇത് വാഷ് ചെയ്യാനായിട്ടുള്ളതായിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത്രയും സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഡെയിലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ 2 ദിവസത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ 4 പേരുള്ള ഒരു ഫാമിലിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ബ്ലാങ്കറ്റ് സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ചെറിയൊരു സ്പിന്നറും. മെയിനായിട്ട് പിള്ളേരുടെ ക്ലോത്ത്സിനെ നമുക്കിത് യൂസ് ചെയ്യാം എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. പിന്നെ ഇതിന് പുറമെ നമ്മൾ വേറെ എന്തൊരു സാധനം നമുക്ക് ചെയ്യുന്നത്, നമ്മൾ വേറെ സ്റ്റാൻഡ് വെച്ച് അതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡ് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ബാൽക്കണിയിൽ നമ്മൾ ഡ്രസ്സുകളൊന്നും ഇങ്ങനെ ഇടാൻ പാടില്ല എന്നാണ്. പക്ഷെ നമുക്ക് പലരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരെണ്ണം ചെറുത് വാങ്ങിച്ചിട്ട് നമുക്ക് ചെറിയൊരു ഭാഗത്ത് കുറച്ച് നീറ്റായിട്ട് നമ്മൾ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നൊക്കെയാണ് കേട്ടത്. ഇതിപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിൻ്റെ അകത്ത് വേണമെങ്കിലും വെക്കാം നമുക്ക്, ഡോറിൻ്റെ അടുത്ത്. അപ്പോൾ വെയിലുണ്ട്, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് കിട്ടും. അത്യാവശ്യം വലിയ ക്ലോത്ത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുത്തെ ലോണ്ടറി യൂണിറ്റിൽ പോയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരുന്നത്. പിന്നെ ഓക്കെ, അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ഓക്കെ, അതുവരേക്കും